പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദിലീപ്, മഞ്ജു വാര്യർ അവരുടെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതും അതുപോലെ ഒരു പ്രോഗ്രാമിന് വന്ന് അവർ എഴുന്നേറ്റ് ദിലീപിനെ കണ്ട വഴിക്ക് മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിന്നതിൻ്റെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോസുകളാണ് ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ അച്ഛനും അമ്മയും ഒന്നിച്ചത് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് മഞ്ജു വാര്യറിൻ്റെ ദിലീപിൻ്റെ മോള് മീനാക്ഷി ഒരു യൂട്യൂബർക്ക് ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടു. അതൊന്നും സത്യമല്ലാത്ത കാര്യങ്ങളാണ് പടച്ചു വിടുന്നത്. അവർ ഒരു ചടങ്ങിൽ ഇരുപേരും ഒന്നിച്ചു എന്നുള്ളത് സത്യമാണ്. ദിലീപിനെ കണ്ട വഴിക്ക് മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വീഡിയോയും സത്യമാണ്. അതുപോലെ തന്നെ ദിലീപ് വരുന്ന ഒരു ടൈമിൽ മഞ്ജു വാര്യറും അവിടെ ഉണ്ട്. മഞ്ജു വാര്യർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. തിരിച്ച് ദിലീപും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിന് ഇത്രയും പ്രശ്നങ്ങളും ഇതൊക്കെ നടക്കുന്നതിന് ശേഷം അവർ കണ്ടുമുട്ടുന്ന ഒരു വേദിയാണ്. ഇരുവരും ഒരു ദേഷ്യമോ ഒന്നുമില്ലാതെ പരസ്പരം കൈ കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് ദിലീപിനെ കണ്ടപ്പോൾ മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിന്നു. പക്ഷേ ദിലീപ് മൈൻഡ് ചെയ്യാതെ പോയി. അതിനും കുറേ നെഗറ്റീവ് കമൻസുകൾ കണ്ടു. നമ്മൾ അവരുടെ ജീവിതത്തിൽ വിലയിരുത്താൻ ആരുമല്ല. എന്താ വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ അവർ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണെന്നോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി തേക്കി പരസ്പരം അവർ വന്ന് ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ പിരിയാനുള്ള കാരണം ഇതാണ് എന്ന് രണ്ടുപേരും ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. നടിയെ ആക്രമിക്കപ്പെട്ട കേസിലാണ് പിരിയാൻ ഉള്ള ഒരു ഇത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പരക്കെ ഉള്ള ഒരു അഭ്യൂഹം. അതും എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്, കാവ്യമാധവനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണോ, ഇവർ തമ്മിലുള്ള ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം എന്നൊന്നും അവർ രണ്ടുപേരും ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കുറേ ആളുകൾ അതിനെ വളച്ചൊടിച്ച് എന്തൊക്കെയോ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരുടെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അവരൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയോ ഇന്നതാണ് കാരണം എന്ന് രണ്ടുപേരും വന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം പരസ്പരം എൻ്റെ മകളാണ്, എൻ്റെ മകളെ എനിക്ക് വിട്ടു തരണം, അല്ലെങ്കിൽ ആ മകളുടെ പേരിൽ ഇത്ര കാശ് വേണം, ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മഞ്ജു വാര്യർ ദിലീപിനെ ശല്യപ്പെടുത്തുന്നതോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഡിവോഴ്സ് കഴിഞ്ഞാൽ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ വെച്ച് വിലപേശുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. പല സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എല്ലായിടത്തും ആ ഒരു ഇതാണ് കാണുന്നത്. ഇപ്പോൾ ജയദേവി ഡിവോഴ്സായി. അപ്പോൾ അവർ നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത് വലിയൊരു എമൗണ്ടാണ്. അതുപോലത്തെ നഷ്ടപരിഹാരം മാത്രമല്ല, മാസം തന്നെ ലക്ഷങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കുട്ടികളെ നോക്കാനെന്തോ കുട്ടികളുണ്ടെന്നാണ് തോന്നുന്നത്. ജയദേവിൻ്റെ ആ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കോടികളാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത്, മാസം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മഞ്ജു വാര്യർ അങ്ങനെ ഒരു ഇതൊന്നും ചോദിച്ചതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ മകൾ നിങ്ങളുടെ അടുത്താണെന്നുള്ള കുറ്റപ്പെടുത്തലുകളോ എനിക്ക് ഇത്ര പൈസ വേണമെന്നോ ഇതാണെന്ന് പറഞ്ഞിട്ട് നിരന്തരം ടോർച്ചർ ചെയ്യുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ദിലീപും നല്ലൊരു ഹൈ ലെവലിൽ നിൽക്കുന്നൊരു ആളാണ്. ഡിവോഴ്സ് ആയതിനു ശേഷമാണ് മഞ്ജു വാര്യർ വീണ്ടും സിനിമകൾ സജീവമാകുന്നതും കൂടുതൽ ഇത്രത്തോളം ബോൾഡായിട്ട് പുള്ളിക്കാരി മാറുന്നതും. അപ്പോൾ അതിനു മുമ്പ് തന്നെ പുള്ളിക്കാരിക്ക് ഡിവോഴ്സ് സംഭവിച്ചിട്ടുണ്ട്. ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസയൊന്നും പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് ഡിവോഴ്സ് ഒരു കാരണമാക്കി, ഒരു മറയാക്കി എങ്ങനെയൊക്കെ ആദ്യ ഭർത്താവിൽ നിന്ന് പൈസ പിടുങ്ങിയെടുക്കാമെന്ന് ആലോചിക്കുന്നവരാണ് നമുക്ക് ചുറ്റും. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നല്ലൊരു പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളൊരു ഡിവോഴ്സ് തന്നെയാണ്. അവർക്ക് തമ്മിൽ ജീവിക്കാൻ താല്പര്യമില്ലാതെ തോന്നി അവർ പരസ്പരം പിരിഞ്ഞു. അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയേ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഇത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ട ആ ഒരു ഇത് ദേഷ്യവും വൈരാഗ്യം എല്ലാം മറന്ന് ആ ഒരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്തത് ഏറ്റവും അവരെ സ്നേഹിക്കുന്ന ആരാധകർക്ക് ഒരു നല്ലൊരു ഇത് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ശത്രുതയില്ലാതെ അവർ ആ പരസ്പരം ആ ഒരു കൈ കൊടുക്കാനൊക്കെ കാണിച്ച ആ ഒരു മനസ്സിന് എന്തായാലും ബിഗ് സല്യൂട്ട് കൊടുക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് നമുക്ക് വീണ്ടും കാണാം.